T20 ജേഴ്സിയിൽ സ്ഥാനം കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആരാധകരുടെ മുന്നിലേക്ക് ഇതാ T20 ജേഴ്സിയിൽ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാകാൻ പോകുന്നു. ഈ 31 വയസ്സുകാരൻ തെളിക്കുന്ന വഴി എന്ന് പറയുന്നത് സിനിമാറ്റിക് വഴിയാണ്. അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, സൂര്യകുമാർ യാദവിന്റെ ഫോമില്ലായ്മ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇത്തവണത്തെ T20 ലോകകപ്പിൽ സഞ്ജു സാംസൺ ആയിരുന്നല്ലോ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്. വെസ്റ്റ് ഇൻഡീസിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും ന്യൂസിലൻഡിനെതിരെയും സഞ്ജു അടിച്ച മത്സരങ്ങളും അടിച്ച വിജയ റണ്ണുകളും തന്നെയാണ് ഇന്ത്യക്ക് ആ കപ്പിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചത്. പക്ഷേ ആ ടൂർണമെന്റ് സൂര്യകുമാർ യാദവ് ആകെ USA-ക്കെതിരെ വേണ്ടി മാത്രമാണ് 84 റൺസ് അടിച്ചത്. അല്ലാത്ത എല്ലാ മത്സരങ്ങളിലും സൂര്യകുമാർ യാദവ് അട്ടർ ഫ്ലോപ്പായി മാറിയിരുന്നു. ഇത്തവണ IPL-ലേക്ക് വരുമ്പോൾ പോലും 10 മത്സരങ്ങളിൽ നിന്നും 195 റൺസ്, ആവറേജ് ഓഫ് 19.52, സ്ട്രൈക്ക് റേറ്റ് ഓഫ് 130. ഒരു T20യിൽ ബാറ്റർക്ക് കിട്ടാവുന്ന ഏറ്റവും മോശം സ്റ്റാറ്റ്സ് ആണിത്. സൂര്യകുമാർ യാദവിന്റെ ഈ തുടർച്ചയായ ഫോമില്ലായ്മയാണ് ക്യാപ്റ്റൻസിയിലും ഒരു ചോദ്യചിഹ്നം ഉയർത്തിയിരിക്കുന്നത്. ആ ചോദ്യചിഹ്നത്തിലാണ് സഞ്ജു സാംസൺ പിടിവള്ളിയായി തൂങ്ങി മുകളിലേക്ക് കയറുന്നത്. കോച്ചായ ഗൗതം ഗംഭീറും ഒന്ന് ചെറുതായി തലയാട്ടുന്നുണ്ട്, അജിത് അഗാർക്കർ തലയാട്ടുന്നുമുണ്ട്. എന്നാൽ സഞ്ജുവിന് ആ നറുക്ക് വീഴുമോ എന്നുള്ളതും നിർണായകമായ ചോദ്യമാണ്. ഓർക്കുക, ഇത്തവണത്തെ IPL സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീമാണ്. തുടക്കത്തിലെ 3 മത്സരങ്ങളിൽ 6, 7, 9 എന്ന ഈ ഡിജിറ്റ്സ് മാത്രമായിട്ട് ഒതുങ്ങിയെന്നപ്പോൾ സഞ്ജു ഈ സീസണിൽ അടിച്ചത് 2 സെഞ്ചുറിയാണ്. ആ 2 സെഞ്ചുറി അടിച്ചതോടുകൂടി ടീമിനെയും വിജയിക്കാൻ സാധിച്ചു. വേറൊരു 48ഉം വേറൊരു 80+ സഞ്ജു സ്കോർ ചെയ്തു. ഈ മത്സരങ്ങളിലൊക്കെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ജയിക്കുകയും ചെയ്തു. അതായത് സഞ്ജു അടിച്ചാൽ ടീം ജയിക്കും എന്നുള്ള അവസ്ഥ. ഈ T20 ലോകകപ്പിലും അതുതന്നെയായിരുന്നു സാഹചര്യം. തുടക്കത്തിൽ ടീമിൽ പോലും ഇടമില്ലായിരുന്നു സഞ്ജുവിന്. സഞ്ജു എവിടെ പ്ലേസ് ചെയ്യും, തിലക് വർമ്മയ്ക്ക് പകരമോ അഭിഷേക് ശർമ്മയ്ക്ക് പകരമോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കിക്കൊണ്ടിരുന്ന സൂര്യകുമാർ യാദവിന്റെ പ്രസ് മീറ്റ് നമ്മൾ മറന്നുപോകരുത്. അവിടെ നിന്നുകൊണ്ട് സൂര്യകുമാർ യാദവിനെ തെറിപ്പിച്ച് സഞ്ജു സാംസൺ ക്യാപ്റ്റനായി മാറുമെങ്കിൽ അണ്ണാമലയിൽ രജനീകാന്തിന്റെ ഇൻട്രൊഡക്ഷൻ സീൻ പോലെയാവും. സെക്കൻഡ് ഇൻട്രൊഡക്ഷൻ, പുകയൊക്കെ പറപ്പിച്ച് വാതിൽ തുറന്ന് ആ കസേരയിൽ കയറി രജനി ഇരിക്കുന്നത് പോലെ തന്നെ സഞ്ജു സാംസൺ സൂര്യകുമാർ യാദവിന്റെ കസേരയിൽ ഇരിക്കും. ഇതേ സഞ്ജു കട്ട ഡൈഹാർട്ട് രജനി ആരാധകനാണെന്ന് പറയുമ്പോൾ അത് വേറൊരു തമാശ. അപ്പോൾ പലരും ചോദിക്കും, ശ്രേയസ് അയ്യർ അല്ലേ ഇതിന് ഉത്തമം എന്നുള്ളതാണ്. 2023 ഡിസംബറിന് ശേഷം അങ്ങനെ T20യിൽ സ്ഥിര സാന്നിധ്യമല്ല ശ്രേയസ് അയ്യർ. അത് തന്നെയാണ് സെലക്ഷൻ കമ്മിറ്റിയും ചോദിക്കുന്ന ചോദ്യം. അങ്ങനെ T20യിൽ സ്ഥിര സാന്നിധ്യം പോലും അല്ലാത്ത പ്ലെയറിനെ T20 ക്യാപ്റ്റൻ ആക്കുന്നതിലുള്ള ചെറിയ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇവിടെ കോച്ചും ടീമും സൂചിപ്പിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് സൂര്യകുമാർ യാദവിന് ഒരു ബ്രേക്ക് കൊടുത്തിട്ട് സഞ്ജു സാംസണെ ക്യാപ്റ്റൻസി മോഡലിലേക്ക് കൊണ്ടുവരാം എന്നുള്ള തീരുമാനത്തിലേക്കും ഇന്ത്യൻ ടീം എത്തുന്നത്. അങ്ങനെ എല്ലാ ലോജിക്കും പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസും ആലോചിക്കുമ്പോൾ കൊള്ളാമല്ലോ നീക്കം, സഞ്ജുവിന് ഇപ്പോഴെങ്കിലും അടിച്ചല്ലോ ഗോൾഡൻ ബസർ എന്നുള്ള ചിന്തയിലേക്ക് നീങ്ങുകയാണ്. സഞ്ജുവിന് കൂട്ടാവുന്നത് സഞ്ജുവിൻ്റെ ഫോം തന്നെയാണ്, അല്ലാതെ ഭാഗ്യമല്ല. T20 ലോകകപ്പിലെ 3 പ്രധാനപ്പെട്ട ഇന്നിങ്സുകൾ, അതിനുശേഷം IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സ് നടത്തിയ മിന്നും ട്രേഡ് CSK ആരാധകർ പോലും ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് CSKയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ട്രേഡാണ് സഞ്ജു സാംസൺ ടീമിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ധോണി ഇതുവരെ ഒരു മത്സരം പോലും കളിച്ചിട്ടില്ല. ധോണിയെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലേക്ക് സഞ്ജു സാംസൺ മാറുന്നു എന്നത് പറയുന്നത് ചെന്നൈ ആരാധകർ തന്നെയാണ്, നമ്മളല്ല. അങ്ങനെ ഫോമിൻ്റെ ഉച്ചകോടിയിൽ നിൽക്കുന്ന ഒരു പ്ലെയറിനെ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ടീം മാനേജ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ ഇന്ത്യൻ കുപ്പായത്തിൽ ക്യാപ്റ്റനാവും, T20 ഫോർമാറ്റിൽ ക്യാപ്റ്റനാകും. അങ്ങനെയാണെങ്കിൽ കുറച്ച് നാളത്തേക്കെങ്കിലും സഞ്ജു സാംസണെ T20യിൽ നിന്ന് മാറ്റുന്നതിനെക്കുറിച്ച് ഇന്ത്യൻ ടീമിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. സഞ്ജുവിന് നറുക്ക് വീഴുകയാണെങ്കിൽ അത് കാലത്തിന്റെ കാവ്യനീതിയായി തന്നെ വിശേഷിപ്പിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.